ഞാൻ അനന്തലക്ഷ്മി, തനിമ സ്പെഷ്യൽ ന്യൂസ്. ചേച്ചി ഒന്ന് വിളിച്ചോണ്ടോ അത്രയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ്. നെഞ്ചിലൊക്കെ എന്തിനു പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവര് പറഞ്ഞ് എപ്പോഴും ആശുപത്രിയിലായെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചി ഇവിടെ അമ്മ എനിക്ക് സുഖമില്ല, അപ്പൊ അവരേറ്റ നാളെ പോവാ, നിന്നോട് പോണില്ല. അപ്പോഴാണ് പറഞ്ഞത്, എടീ നിന്റെ മോള് ഐസിയുലി. പിന്നെ എന്തിനാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ രണ്ടുപേരും വിടുന്നും പടച്ച് ക്ഷേത്രം നടവരെ എത്തിയപ്പോൾ ആരെ വിളിച്ചു പറഞ്ഞു, അണ്ണ ഇനി വരണ്ട, മോക്ക് സുഖമുണ്ട്. അപ്പോഴും നമുക്കറിയാം. ഇപ്പോൾ കയ്യിൽ നിന്ന് രണ്ടുപേരും വണ്ടിയൊക്കെ താഴെ പോയി. ഞാനെൻ്റെ ഭഗവാന്റെ വണ്ടിയായിട്ടെങ്കിലും ശ്വാസം എനിക്ക് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞെന്ന് പോലും. ോട് വീരണകാവ് മണ്ണാമ്പള നിമ്മൂസിൽ മണിയൻ രാജേശ്വരി ദമ്പതികളുടെ മകൾ ദീപ്തിമോൾ 36-നെയാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8-ന് ഭർത്തൃ സഹോദരിയുടെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് കായിക അധ്യാപകനായ BS സിബി 39-നെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. 2015-ൽ വിവാഹം കഴിഞ്ഞ് 3-ാം മാസം മുതൽ തന്നെ സിബി ദീപ്തിമോളെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരുന്നു. വിവാഹത്തിന് നൽകിയ 40 പവൻ സ്വർണം ഈ നാളുകളിൽ തന്നെ സിബി നഷ്ടപ്പെടുത്തിയിരുന്നതുവെന്നും ദീപ്തിമോളുടെ മാതാപിതാക്കൾ പറഞ്ഞു. സ്ഥിരമായി മദ്യപിച്ച് എത്തുന്ന സിബി ദീപ്തിമോളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. എന്നാൽ മർദ്ദനമേൽക്കുമ്പോഴും വീട്ടുകാരെ അറിയിക്കാതെ ദീപ്തി എല്ലാം സഹിച്ചു പിടിച്ചു നിൽക്കുകയായിരുന്നു. റിപ്പോർട്ട് വാങ്ങിച്ചു. റിപ്പോർട്ടെല്ലാം ഞങ്ങൾ ഇതേപോലെ റിപ്പോർട്ട് കൊടുത്തു. അതിന്റെ പശ്ചാത്തലമായിരിക്കും അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും കാരണം കാണാതിരിക്കില്ലല്ലോ. വീട്ടിൽ ചെന്നപ്പോഴേ അവിടെ തള്ളയും മോനും കൂടെ TV കണ്ടോണ്ടിരിക്കും. ഈ കൊച്ചിനെ കൊണ്ട് മരിച്ചു കൊണ്ടുവന്ന് ആശുപത്രിയിൽ ഇട്ടിട്ട് വന്ന് അവന് തള്ളയും മോനും കൂടെ TV കണ്ടോണ്ടിരിക്കും. തള്ളയാണ് ഇതിനേക്കാളും വിഷം. മാസങ്ങൾ കഴിഞ്ഞ് മർദ്ദനവും പീഡനവും കൂടിയതോടെ സിബിയുടെ സഹോദരിയോടും ദീപ്തിയുടെ സഹോദരനോടും ദീപ്തി വിവരങ്ങൾ പറഞ്ഞിരുന്നു. സിബി ദീപ്തി ദമ്പതികൾക്ക് ഒരു മകനാണുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സിബിയുടെ ഉപദ്രവവും പീഡനവും ഒത്തുതീർപ്പാക്കി പോയിരുന്നു. ഇത് മുതലെടുത്താണ് പിന്നീടുള്ള മർദ്ദനം. വീണ്ടും ഉപദ്രവം ആരംഭിച്ചതോടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായി മാതാപിതാക്കൾ എത്തിയപ്പോൾ ഇവർ ചെന്ന ഓട്ടോറിക്ഷ തന്നെ സിബി നാനാവിധം വെട്ടി നശിപ്പിച്ചിരുന്നു. ഇത് വീട്ടുകാർ തന്നെ വാഹനം അറ്റകുറ്റപ്പണി ചെയ്ത് നൽകി. സിബി ദീപ്തിമോളെ ഉപദ്രവിക്കുന്നത് സംബന്ധിച്ച് നെയ്യാറ്റിൻകര, മാറനല്ലൂർ, കാട്ടാക്കട സ്റ്റേഷനുകളിൽ നേരത്തെ തന്നെ പരാതികളും നൽകിയിട്ടുണ്ട്. മാറനല്ലൂർ ഭാഗത്ത് താമസിച്ചിരുന്ന സമയത്ത് ഇയാൾ ദീപ്തിയെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. ദീപ്തിക്ക് പിതാവ് നൽകിയ കാർ സിബി ഇവർ അറിയാതെ തമിഴ്നാട്ടിൽ പണയം വെച്ചു. ഇതറിഞ്ഞ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒടുവിൽ വാഹനം തിരികെ നൽകിയാണ് കേസ് ഒഴിവായതെന്ന് ദീപ്തിയുടെ മാതാപിതാക്കൾ. സിബിയുടെ സഹോദരി ദീപയ്ക്കായി നൽകിയ വീട്ടിൽ വെച്ചാണ് ഒടുവിൽ സിബി ദീപ്തിയെ ക്രൂരമായി ഉപദ്രവിച്ചതും ഒടുവിൽ ദീപ്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടതും. സംഭവ ദിവസം ദീപ്തി ആത്മഹത്യക്ക് ശ്രമിച്ചതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും സിബിയോ സിബിയുടെ മാതാവോ ദീപ്തിയുടെ വീട്ടുകാരോ അറിഞ്ഞിരുന്നില്ല. സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ദീപ്തിയുടെ മൃതദേഹം മോർച്ചറിയിലാക്കി സ്ഥലത്തുനിന്നും ഇവർ മുങ്ങുകയായിരുന്നു. ശേഷവും ഇവർ വിവരം ബന്ധുക്കളെയോ പോലീസിനെയോ അറിയിച്ചിരുന്നില്ല. ദീപയുടെ പിതാവ് മണിയനെ ഒരു സുഹൃത്താണ് മകൾ അത്യാസന്ന നിലയിലാണെന്ന് വിളിച്ചു പറഞ്ഞതും ഇതനുസരിച്ച് ഇവർ ആശുപത്രിയിലെത്തി ദീപ്തിയെ മരിച്ചതായി സ്ഥിരീകരിക്കുന്നതും. തുടർന്ന് തന്റെ മകളുടെ മരണത്തിൽ ഉത്തരവാദി സിബിയാണെന്ന് കാണിച്ച് മകളെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നത് സംബന്ധിച്ചും വിശദമായി തന്നെ കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒളിവിൽ പോരുന്ന സിബിയെ കാട്ടാക്കട ഡിവൈഎസ്പി റാഫിയുടെ നേതൃത്വത്തിൽ മൃദുൽകുമാർ SI മനോജ് എന്നിവർ സിബിയെ കസ്റ്റഡിയിലെടുത്തു കേസ് രജിസ്റ്റർ ചെയ്തത്. 9 വയസ്സായ മകനെ വളർത്തണമെന്നും അവനെ നല്ല നിലയിൽ എത്തിക്കണമെന്നും മാത്രമായിരുന്നു ദീപ്തിയുടെ ആഗ്രഹം. അങ്ങനെയുള്ള ദീപ്തി ഈ ക്രൂര പീഡനത്തിൽ മരിക്കാൻ തയ്യാറാകില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സംഭവ ദിവസം അതിക്രൂരമായ മർദ്ദനത്തിന് മകൾ ഇരയായിട്ടുണ്ടെന്നും തങ്ങളുടെ മകളുടെ മരണത്തിന് ഉത്തരവാദിയായ സിബിയെ കോടതി പരമാവധി ശിക്ഷ നൽകണമെന്നാണ് ഈ മാതാപിതാക്കൾ കണ്ണീരോടെ പറയുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഓരോ സമയത്ത് നമ്മൾ കേസ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും അവരെ പറഞ്ഞ് സഹോദരിയോ ആരെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞ് പിന്നെ യോജിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് അവസാനം അവിടെ കൊണ്ടുവന്ന് ഇവിടെ ഈ കൊറോണ സമയത്താണ് ഇവർ അതിന് മുമ്പ് ഇവിടെ കേസായതിന് ശേഷം പിന്നെ വിരലില്ലാന്ന് പറഞ്ഞ് വീണ്ടും പോയി. അവിടെ ഈ വീട്ടിൽ വീർനാവ് വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കോട്ടാണ് ഇവിടെ വീണ്ടും ഉപദ്രവിച്ച് ഞങ്ങൾ കൊണ്ടുവരാൻ പോയപ്പോൾ അവിടെ വെച്ച് ആട്ട വെട്ടി കയറി പ്രശ്നമായി. ഞങ്ങൾ പോയ ആട്ട ഞങ്ങൾ ഇവിടെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് കൊണ്ടുപോയ ആട്ട അതും വെട്ടി കയറി
10-40,000 രൂപയ്ക്കുള്ളിൽ ചിലവായി ആട്ടോ നന്നാക്കി കൊടുക്കാൻ. ഈ അവസാനം നടന്ന സംഭവം എന്താണ്? 8-ാം തീയതി ഇത് അത് കഴിഞ്ഞിട്ട് മോളെ ഇവിടെ നിർത്തിയിരുന്നു. മോളെ കൊണ്ടുപോയില്ല, വിടില്ല എന്നും പറഞ്ഞ് കുറേ ദിവസം ഇവിടെ നിർത്തിയിരുന്നപ്പോഴാണ് ഈ സഹോദരി വരണത്. കൊറോണ സമയത്ത് സഹോദരി വന്നു ഇവളെയും കൂടി വിളിച്ച് അവൾ കൊണ്ടുപോയി പൊങ്കാലയൊക്കെ കഴിഞ്ഞ് ഇത് ഞങ്ങൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകണം. അവിടെ നിന്നിട്ട് അവൾ ഈ പിന്നെ ഇവളെ അവിടെ നിന്ന് ഇവളെ വിളിച്ചോണ്ട് വന്ന് ഞങ്ങള് ഇത് ഇവിടെ കേസായി, കാട്ടാക്കടത്ത് കേസ് കൊടുത്ത് ഇനി അവളെ വിടുന്നില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പറഞ്ഞ് നിർത്തിക്കുന്നു. അത് അവളെ ഡൈവേഴ്സ് ആക്കണം, ഇനി ഞങ്ങളെ വിടുന്നില്ല, അവളെ ഉപദ്രവം അങ്ങനെയാണെന്ന് പറഞ്ഞ് നിർത്തിയിരുന്നപ്പോഴാണ് സഹോദരി അവനോട് വിളിച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോയ ആളിനെ ഞാൻ വരുമ്പം കാണണമെന്ന് സഹോദരി അവനെ വിളിച്ചു പറഞ്ഞു. ഇവിടെ വിളിച്ച് പറഞ്ഞ് നിനക്ക് വസ്തു വാങ്ങിച്ചു തരാം, വീട് നിനക്ക് എന്നെ ഉരുപ്പടിയൊക്കെ ഞാൻ തരാം, എന്തൊരു പേരെങ്കിലും നീ ഒരു കാര്യം ചെയ്ത് നീ സമാധാനപ്പെട്, നീ പോകണം വീട്ടിൽ എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളില്ലാത്ത സമയത്ത് ഓനും തള്ളയും കൂടി വന്ന് ഈ കുട്ടിനെ വിളിച്ചുകൊണ്ട് പോണത്. അവസാന ദിവസം അവൻ വണ്ടി കൊണ്ടുവന്ന് ഇവളെ വിളിച്ചോണ്ട് പോയി. അവിടെ താമസിച്ചുകൊണ്ടിരിച്ചിട്ടാണ് ഇപ്പം ഈ സംഭവം.